എന്തൊക്കെയാണ് വിശേഷമൊക്കെ? അപ്പോൾ നമ്മളൊന്നൊരു തേങ്ങ വെച്ചിട്ട് ഒരു ക്രീം ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പുഡിങ് അല്ല, എന്നെങ്കിലും അത്യാവശ്യം നല്ലൊരു കോക്കനട്ട് ക്രീം ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യം നമ്മൾ തേങ്ങ ഒന്ന് ഉടയ്ക്കാം. ഒന്നോ ഗേസ്. അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൈ നോക്കണം കേട്ടോ. ഇതിങ്ങനെ ചെറിയ പീസാക്കി എടുക്കുക. ഇതിൻ്റെ ബ്ലാക്ക് കളയണം കേട്ടോ. ഇത് 2 പീസ് നമുക്ക് ഇതേപോലെ ചെറിയ പീസാക്കി എടുക്കാം. ഓക്കെ കേസ്. അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപോലെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പാൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുക. പാൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര എടുക്കുക. ഒരു 2 സ്പൂൺ പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളതിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർത്തോളൂ, കുഴപ്പമില്ല, ടേസ്റ്റ് കൂടെയുള്ളൂ. പഞ്ചസാര ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പാലത്തിന് ചൂടായി കഴിഞ്ഞാൽ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ പാലിൽ മിക്സ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങ മാറ്റി വെക്കണം കേട്ടോ, ചെറിയ പീസാക്കിയിട്ട്. കുറച്ച് തേങ്ങ നമുക്ക് മിക്സ് ആയിട്ട് പാലെടുക്കാം. തേങ്ങയുടെ പാൽ വേണം. പാത്രത്തിലാക്കിയിട്ട് ഒന്ന് കറക്കാം. നമ്മൾ തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാല് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ നല്ല പീസ് കൊടുക്കണം. നല്ല ഫൈനായിട്ട് അടിക്കുക. തേങ്ങ അടിച്ചിട്ട് അതിൻ്റെ പാല് മാത്രം എടുക്കുക. ഈ തേങ്ങാപ്പാലാണ് ഇന്നത്തെ പരിപാടി. ഇവൻ്റെ ഡയലോഗിൽ അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊന്ന് തിക്കാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ചെറിയ തീയിൽ വെക്കാൻ പറ്റുള്ള സമയത്ത്. കേസ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം ചീസ് നമുക്ക് ആഡ് ചെയ്യാം അതിൽ. കേസ്. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ചിരട്ടയിൽ നമ്മൾ ക്രീം ഒഴിച്ച് കൊടുക്കുക. കേസ്. അപ്പോൾ നമ്മൾ ക്രീം ഈ ചിരട്ടയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇതേപോലെ വിട്ട് കൊടുക്കുക. ഇതാണ് സാധനം. അടുത്ത് ഈ നമ്മളെ ഒന്നുകൂടെ ഗസ്റ്റ് ഉള്ള കാരണം നമുക്കൊന്ന് പുതിയ ഐറ്റംസ് ഉണ്ടാവും. പക്ഷെ അതേപോലെ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഇടുക. എന്നിട്ട് ഏകദേശം സാധനം കൂടിയിട്ടൊരു 1 hour നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് ഒരു മണിക്കൂറിൻ്റെ എടുക്കുക. എന്നിട്ട് കഴിച്ചാണ്ടല്ലോ പിന്നെ പറഞ്ഞുതരാം. ഗേസ്. അപ്പോൾ നമ്മളെ കോക്കനട്ട് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇത് തിക്കായിട്ടുണ്ടല്ലേ. സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ആ കോക്കനട്ട് പീസും ആ പുഡിങ്ങും ക്രീമും ഉണ്ടല്ലേ.